ടെലിവിഷൻ ചാനൽ റേറ്റിംഗുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണത്തിൽ ഇടപെട്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മലയാള ടെലിവിഷൻ ചാനൽ ബാർക്ക് ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകി റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഡോക്ടർ എൽ മുരുകൻ അറിയിച്ചു. ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രിയുടെ വിശദീകരണം. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ടെലിവിഷൻ ചാനൽ റേറ്റിംഗുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണത്തിൽ നിലവിലിപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇടപെട്ടിരിക്കുകയാണല്ലോ. ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ തുടർ നടപടികൾ എന്തൊക്കെയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. രോഹിണി, ടെലിവിഷൻ ചാനൽ റേറ്റിംഗുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണത്തിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇടപെട്ടിരിക്കുന്നു. ഒരു മലയാളം ടെലിവിഷൻ ചാനൽ ബാർക്ക് ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകി റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറയുകയുണ്ടായി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിന്മേൽ ഫയൽ ചെയ്തതായി പറയപ്പെടുന്ന FIR-ൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പ്രാഥമിക റിപ്പോർട്ട് കേരള DGP-യിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രിയുടെ വിശദീകരണം. മലയാള മാധ്യമ മേഖലയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ദിവസം എന്ന് വേണമെങ്കിൽ ഇക്കാര്യത്തെ പറയാം. കാരണം റേറ്റിംഗ് വർദ്ധിപ്പിച്ച് കാണിച്ച് പരസ്യം ഉൾപ്പെടെ തട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം, അതിനെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ നേരത്തെ വലിയ വിമർശനങ്ങൾ ഉയർന്നതും ഇപ്പോൾ അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയതും. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.